ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിലും എളനാട് മിൽക്കിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം മറ്റത്തൂർ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിൽ വന്നിട്ടുള്ള ഒഴിവുകൾ നോക്കാം. തൃശ്ശൂർ ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ആദ്യം ഓപ്പറേഷൻസ് മാനേജർ, അക്കൗണ്ട്സ് ആൻഡ് അഡ്മിൻ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും വേക്കൻസി വന്നിട്ടുണ്ട്. ഒരു ഒഴിവാണുള്ളത്. ഏജ് ലിമിറ്റ് വരുന്നത് 30-നും അതിനു മുകളിലുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് MBA ഫിനാൻസ് അല്ലെങ്കിൽ CA ഇന്റർമീഡിയറ്റ് ആണ്. കൂടാതെ ബാങ്കിങ് ഫീൽഡിലുള്ള 5 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അടുത്തത് ഓപ്പറേഷൻസ് മാനേജർ സിവിൽ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഒരു ഒഴിവാണുള്ളത്. ഏജ് ലിമിറ്റ് വരുന്നത് 30-ഉം അതിനു മുകളിലേക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് MTech അല്ലെങ്കിൽ BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. കൂടാതെ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള 5 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അടുത്തത് ഫാക്ടറി മാനേജർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഒരു ഒഴിവാണുള്ളത്. ഏജ് ലിമിറ്റ് വരുന്നത് 30, അതിന് മുകളിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് BA MS അല്ലെങ്കിൽ MBA ഓപ്പറേഷൻസ് മാനേജ്മെൻ്റ് ആണ്. കൂടാതെ പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റിലുള്ള 5 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അടുത്തത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഒഴിവ് വന്നിട്ടുണ്ട്. 2 ഒഴിവാണുള്ളത്. ഏജ് ലിമിറ്റ് വരുന്നത് 25 മുതൽ 40 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. കൂടാതെ സമാന മേഖലയിലുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അടുത്തത് സൈറ്റ് സൂപ്പർവൈസർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 2 ഒഴിവാണുള്ളത്. ഏജ് ലിമിറ്റ് വരുന്നത് 30 മുതൽ അതിന് മുകളിലേക്കാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. കൂടാതെ സമാന മേഖലയിലുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അടുത്തത് അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 4 ഒഴിവാണുള്ളത്. ഏജ് ലിമിറ്റ് വരുന്നത് 20 മുതൽ 35 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് BSc ബോട്ടണി അല്ലെങ്കിൽ VHSC അഗ്രികൾച്ചർ ആണ്. അതോടൊപ്പം തന്നെ സമാന മേഖലയിലുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അടുത്തത് ഓഫീസ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും വേക്കൻസി വന്നിട്ടുണ്ട്. 2 ഒഴിവാണുള്ളത്. ഏജ് ലിമിറ്റ് വരുന്നത് 20 മുതൽ 30 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് MCOM അല്ലെങ്കിൽ BCOM ആണ്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. അടുത്തത് മെഷീൻ ഓപ്പറേറ്റേഴ്സ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 4 ഒഴിവാണുള്ളത്. ഏജ് ലിമിറ്റ് വരുന്നത് 20 മുതൽ 45 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ITI മെഷീനിസ്റ്റ് ആണ്. അതോടൊപ്പം തന്നെ സമാന മേഖലയിലുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അടുത്തത് ലാബ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഒരു ഒഴിവാണുള്ളത്. ഏജ് ലിമിറ്റ് വരുന്നത് 20 മുതൽ 45 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് BSc ബോട്ടണി അല്ലെങ്കിൽ കെമിസ്ട്രിയും അതോടൊപ്പം തന്നെ സമാന മേഖലയിലുള്ള 1 വർഷത്തെ എക്സ്പീരിയൻസുമാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ CV hrmlcs.limited@gmail.com എന്ന മെയിലിലേക്ക് അയക്കേണ്ടതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 31/1/2024 വരെയാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എളനാട് മിൽക്കിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. കേരളത്തിലെ പ്രശസ്ത പാൽ ഉൽപ്പന്ന വിതരണ കമ്പനിയായ എളനാട് മിൽക്കിലേക്ക് നിരവധി അവസരങ്ങൾ വന്നിട്ടുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. ആദ്യം സെയിൽസ് മാനേജർ പോസ്റ്റാണ്. ടോട്ടൽ 5 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. FMCGയിലുള്ള 10 അതിന് മുകളിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തത് ടീം ലീഡർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 12 ഒഴിവാണുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് FMCGയിലുള്ള 5 വർഷത്തെ അതിന് മുകളിലേക്കുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് സെയിൽസ് സൂപ്പർവൈസർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 10 ഒഴിവാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിലുള്ള 4 അതിന് മുകളിലോ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 30 ഒഴിവാണുള്ളത്. FMCGയിലുള്ള 2 അതിന് മുകളിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് സെയിൽസ്മാൻ കം ഡ്രൈവർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 25 ഒഴിവാണുള്ളത്. ഉദ്യോഗാർത്ഥികൾക്ക് 3 and 4 വീലർ ലൈസൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൾ ചെയ്യേണ്ടത് രാവിലെ 9:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ്.
അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.